മിസൈൽ സാങ്കേതിക വിദ്യയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയോടൊപ്പം ഈ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഇസ്രായേലിനെയും പോലും അതിശയിപ്പിക്കുന്നതാണ്. സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയാണ് ഈ അതിശയകരമായ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. സമീപകാലത്ത് ഇന്ത്യൻ പ്രതിരോധ മേഖല കൈവരിച്ച നേട്ടങ്ങൾ സാമ്പത്തിക വളർച്ചയും രാഷ്ട്രീയ സ്ഥിരതയും പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും എങ്ങനെ ഒരു രാജ്യത്തെ ആഗോള ശക്തിയാക്കി മാറ്റുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ മുന്നേറ്റം നമുക്കൊന്ന് നോക്കാം. മിസൈൽ ടെക്നോളജിയിൽ ലോകത്ത് റഷ്യയ്ക്കൊപ്പം ഇന്ത്യ മുൻനിരയിലാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെറും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നതിലുപരി സ്വന്തമായി ഗവേഷണം നടത്തുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രതിരോധ വ്യവസായ ശൃംഖല ഇന്ത്യക്കുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ സ്വാശ്രയത്വവും വികാസവും രാജ്യത്തിന് തന്ത്രപരമായ വലിയ മേൽക്കൈ നൽകുന്നു. അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഒന്നാമത്തത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഇന്ത്യക്ക് മറ്റ് പല രാജ്യങ്ങളെക്കാളും വലിയ മുന്നേറ്റമുണ്ട്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഇസ്രായേലിന്റെയും നിലവിലെ സംവിധാനങ്ങളെ പോലും മറികടക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും തടയാനും നശിപ്പിക്കാനും ശേഷിയുള്ള ബഹുതല പ്രതിരോധ ശൃംഖലകൾ ഇന്ത്യക്കുണ്ട്. തദ്ദേശീയ ആയുധ നിർമ്മാണമാണ് മറ്റൊന്ന്. ഇന്ത്യയുടെ പ്രതിരോധ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയത് തദ്ദേശീയമായ ആയുധ നിർമ്മാണ ശേഷിയാണ്. ഇറക്കുമതിയെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായി മിസൈലുകൾ, ഡ്രോണുകൾ, വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങിയവ നിർമ്മിക്കാനുള്ള കഴിവ് ഇന്ത്യയെ ഒരു പ്രധാന പ്രതിരോധ ശക്തിയാക്കുന്നുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന ആശയം പ്രതിരോധ മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ ആയുധങ്ങളോടുള്ള ആഗോള താൽപര്യം യൂറോപ്പ്, തെക്കുകിഴക്കൻ ഏഷ്യ, അറേബ്യൻ രാജ്യങ്ങൾ, മധ്യേഷ്യൻ, ആഫ്രിക്കൻ മേഖലയിലെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യൻ റോക്കറ്റ് സംവിധാനങ്ങളിലും മിസൈലുകളിലും താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മോസ് പോലുള്ള മിസൈൽ സംവിധാനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഡിമാൻഡ് ഉണ്ട്. ഇത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ആഗോളതലത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ ഒരു പ്രധാന പങ്കാളിയായി മാറാനും സഹായിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യക്ക് ആയുധങ്ങൾ വിൽക്കുന്ന ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ പോലും ഭാവിയിൽ ഇന്ത്യയുടെ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് 5ാം തലമുറ, 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ പോലുള്ളവ വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് ആഗോള പ്രതിരോധ വ്യാപാരത്തിന്റെ തന്നെ ഗതി മാറ്റിമറിക്കുന്ന ഒരു പ്രതിഭാസമായിരിക്കും. ഇന്ത്യൻ ആയുധങ്ങളുടെ മേൽക്കോയ്മ എടുത്തു പറയേണ്ടതാണ്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിയൻ മിസൈലുകൾക്കെതിരെ പരാജയപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ നൂതന ആയുധങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡ്രോണുകൾക്കും ആധുനിക മിസൈലുകൾക്കും ശ്രദ്ധ ലഭിച്ചിരിക്കുകയാണ്. ബ്രഹ്മോസ് മിസൈലാണ് മറ്റൊരു കാര്യം. ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത, യുഎസിനോ ചൈനയ്ക്കോ ഇല്ലാത്ത അതുല്യവും ശക്തവുമായ മിസൈൽ സംവിധാനമാണിത്. വേഗതയിലും കൃത്യതയിലും പ്രഹരശേഷിയിലും ബ്രഹ്മോസിന് സമാനമായ ഒരു ക്രൂയിസ് മിസൈൽ ലോകത്ത് വളരെ കുറവാണ്. ശബ്ദാതിവേഗ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന്റെ വികസനം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കുതിച്ചുചാട്ടത്തിന് ഒരു പ്രധാന ഉദാഹരണമാണ്. ഇന്ത്യയുടെ വളർച്ചയും സ്ഥിരതയും ഇന്ത്യയുടെ സൈനികവും സാങ്കേതികവുമായ ഈ മുന്നേറ്റങ്ങളെല്ലാം തന്നെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയുടെയും രാഷ്ട്രീയ സ്ഥിരതയുടെയും പ്രതിഫലനമാണ്. ഇന്ത്യ വളർച്ചയുടെ കൗമാരത്തിലാണെന്നും അതിന്റെ സൈനികവും സാങ്കേതികവുമായ കഴിവുകൾ ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ്. 1999 മുതൽ ഇന്ത്യയിൽ സ്ഥിരതയുള്ള സർക്കാരുകളാണ് അധികാരത്തിൽ വന്നത്. ഓരോ സർക്കാരുകളും തങ്ങളുടെ മുഴുവൻ കാലാവധിയും പൂർത്തിയാക്കി. ഇത് മറ്റു പല രാജ്യങ്ങളിലും കണ്ടുവരുന്ന രാഷ്ട്രീയ അസ്ഥിരതയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ രാഷ്ട്രീയ സ്ഥിരത രാജ്യത്തിന്റെ ദീർഘകാല പദ്ധതികൾക്ക് അടിത്തറയിടുകയും ആഗോളതലത്തിൽ ഇന്ത്യക്ക് ബഹുമാനം നേടിക്കൊടുക്കുകയും ചെയ്തു. പ്രതിരോധം, സാങ്കേതിക വിദ്യ, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാല ലക്ഷ്യങ്ങളോടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഈ സ്ഥിരത സഹായിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ മുന്നേറ്റത്തിന് സാമ്പത്തിക സാങ്കേതിക വളർച്ചയും വലിയ തോതിൽ പിന്തുണ നൽകുന്നുണ്ട്. നിലവിൽ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. 2027ഓടെ ഇത് 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. യുഎസിനും ചൈനയ്ക്കും പിന്നിലായി ഇന്ത്യ സ്ഥാനം പിടിക്കും. ഈ സാമ്പത്തിക വളർച്ച പ്രതിരോധ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും ഇന്ത്യയെ പ്രാപ്തരാക്കുന്നു. AI സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളാണ് മറ്റൊന്ന്. പുതിയ സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ളവ ഉപയോഗിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കമുണ്ട്. പഴയ സാങ്കേതിക വിദ്യകളുടെ ഭാരമില്ലാത്തതിനാൽ പുതിയ സാങ്കേതിക വിദ്യകൾ അതിവേഗം ഉൾക്കൊള്ളാനും അതിലൂടെ അതിവേഗം വികസിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്.
AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ, സൈബർ പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധഭൂമിയിലെ ഡാറ്റ വിശകലനം എന്നിവയെല്ലാം തന്നെ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്ത 10-20 വർഷം ഇന്ത്യക്ക് കൊയ്ത്തുകാലം തന്നെയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ കാല ശ്രമങ്ങളുടെ എല്ലാം ഫലങ്ങൾ ഇന്ത്യക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണിത്. സാങ്കേതിക മുന്നേറ്റങ്ങളിലൂടെയും സാമ്പത്തിക വളർച്ചയിലൂടെയും ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ AI പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾക്ക് വലിയ പങ്കുണ്ട്. മൊത്തത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ വലിയൊരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. പ്രതിരോധ രംഗത്തെ ഈ കുതിച്ചുചാട്ടം ഇന്ത്യയുടെ ഭാവിക്ക് വലിയ പ്രതീക്ഷകൾ തന്നെ നൽകുന്നുണ്ട്.